എവിടെ പോണാ എവിടെ പോണാ എവിടെ പോണേ എന്നെ കൊണ്ട് എവിടെ പോണാന്തോ എവിടെ പോണാ എവിടെ പോണാ എനിക്കറിഞ്ഞൂടാ. നമ്മള് ഷൂട്ടിങ്ങിന് പോണം. എന്തിനു പോണാ? പണം പഠിക്കാനാ. ഓ, പടം പിടിക്കാൻ പോണ. കൊള്ളാം. എങ്ങനെ പിടിക്കും? അതൊക്കെ പിടിക്കും, അവിടെ പോയിട്ട് പിടിക്കും. ഒത്തു പഠിക്കോ? അവിടെ പോയിട്ട് പിടിക്കും. എനിക്കറിഞ്ഞൂടാ. ഞാനും ഒരുങ്ങി സുന്ദരിയായി. പടം പിടിക്കാൻ പോണാ? പണം പഠിക്കാന്. പണം പിടിക്കാൻ. കൊള്ളാം. എവിടെ? ഒരിടത്ത് പോണ്. പോകുമ്പോ കാണാം. കാണാം. ഓ, ഇവിടെ അറിഞ്ഞൂടാ. ഇവിടെ അറിഞ്ഞൂടാ. ഈ സ്ഥലമൊക്കെ അറിയാമോ നിങ്ങക്ക്? അവിടെ പോയാലേ അറിയാള്. എവിടെ ഈ സ്ഥലമൊക്കെ അറിയാമോ? ഈ സ്ഥലം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പണ്ട് നിങ്ങൾ ചായ വാങ്ങാൻ വരുമായിരുന്നല്ലോ എവിടെയൊക്കെ? മടത്തേടെ. മടത്തേടെയാണോ ഇത്? ഓ, മടത്തേടെ തന്നെ. ഇതെന്തിനമ്മ ഈ കാണുന്ന? അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? മയക്ക് കണ്ടിരിക്കുന്നു. അതെന്തിനമ്മ? ആസൂത്രിയാ? അത് ഓർമ്മയുണ്ടോ? നിങ്ങൾ വരുമായിരുന്നോ ഇവിടെ? പൊത്തുചാടി വരുമായിരുന്നു. ഒരു കൊച്ച മുള്ളു കൊണ്ടാലും കൊണ്ടുവരും ഇവിടെ. അവർക്ക് സ്ഥിരം അറിയാന്നുള്ളതുകൊണ്ട് അവരൊരു ഓയിൽമെന്റ് കൊഴുമ്പും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വീട്ടിൽ വിടും. അയ്യോ അയ്യോ. എവിടെ മുറിച്ചിട്ടിരിക്കണ്? എന്തോന്ന്? പെരേടത്തില് കമുകും പ്ലാവും മുറിച്ചിട്ടിരിക്കുന്നു. മുൻപ് കാറ് കയറിയ ഒന്നും മിണ്ടൂലായിരുന്നു കേട്ടാ. അപ്പുറം ഇപ്പുറം നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നോക്കിക്കൊണ്ട് മിണ്ടാതിരിക്കുവായിരുന്നു. ഇപ്പൊ എല്ലാം പറയാൻ തുടങ്ങി. അവിടെയാ? അതറിയാമോ നിങ്ങൾക്ക് ആ വസ്തു? എനിക്കറിഞ്ഞൂടാ. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പരണെന്നപ്പോ കണ്ടിട്ടുണ്ട്. പണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോവായിരുന്നു. ഇതേത് സ്ഥലമമ്മ ഈ കാണുന്നത്? വലത് സൈഡിലോട്ട് നോക്കിയാണ് ഈ കാണുന്ന. എന്തെങ്കിലും ഓർമ്മയുണ്ടോ നോക്കിയത്? അതുകൊണ്ടാ അത്. ഇതേ ഈ അമ്പലം അങ്ങനെ ഓർമ്മയുണ്ടോ? ഇല്ലേ? അറിഞ്ഞൂടല്ലേ? ഇത് അയ്യപ്പൻ കോവിലും കൃഷ്ണൻ കോവിലും ഉള്ളത് അറിഞ്ഞൂടെ? ഓ, വയലിക്കട. ഓർമ്മയില്ലായിരിക്കും. ഹായ്, നമ്മള് മ്യൂസിയത്താണ്. ഒരു ഫോട്ടോഷൂട്ട്, ഒരു ഷൂട്ടുണ്ടായിരുന്നു, അങ്ങനെ വന്നതാണ്. അമ്മ ഒരിടത്ത് ഒതുക്കി നിർത്തിയിരിക്കണ കാര്യം ചെരിപ്പിട്ടിട്ടില്ല. അപ്പൊ ഈ ചൂടത്ത് നടക്കാൻ ഭയങ്കര പാടായിരിക്കും. അമ്മയ്ക്ക് പൊള്ളണില്ല, പക്ഷെ നമുക്ക് പൊള്ളണുണ്ട്. അതുകൊണ്ട് ഞാൻ അതേ പിടിച്ചവിടെ നിർത്തിയേക്കണം. ദോ നിക്കണണ്ട. ഞാൻ ഇച്ചിരി കാട്ടിൻ്റെ ഇടയിലൊക്കെ കറങ്ങി 1-2 ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് ദോ നിക്കണണ്ട. അയ്യപ്പ, ഇരിക്കാൻ പറ്റുന്നില്ല. എന്നോട് ആക്കിയിട്ട് നമ്മള് കറങ്ങാൻ പോയി. ഓ, പായോ? ഓ, പിന്നെ കറങ്ങാൻ പോണ്ടേ? നമ്മള് പിള്ളേരില്ല, ഇന്നാണ് ഒരു ദിവസം കറങ്ങാൻ പറ്റിയ. 2 പിള്ളേരായില്ലേ? അതുകൊണ്ട് എന്ത് 2 പിള്ളേരായെന്ന്? നല്ല രസമായിരുന്നു. ഞങ്ങൾ അമ്മ ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ അമ്മ മുഴുവൻ കിടന്ന് കറങ്ങി. എന്നിട്ട് അമ്മയുടെ പറഞ്ഞ് ഇവിടെ തന്നെ നിക്കണം, എവിടെയും പോവില്ല. ആരും വിളിച്ചാ പോവില്ല, എങ്ങോട്ടും പോലെ. പിന്നെ ഇതിനെ പെട്ടെന്നൊന്നും ആരും വിളിക്കേയില്ല, കൊണ്ടും പോവില്ലെന്ന് അറിയാന്നുള്ളതുകൊണ്ട് ഇവിടെ നിർത്തിയിട്ട് ഞങ്ങള് പോയി. നല്ല കാറ്റ്. നല്ല കാറ്റ്. നിറച്ച് മാങ്ങയും ഉണ്ട്. നിറച്ചു മാങ്ങ നിക്കണം. നല്ല സൂപ്പർ മാങ്ങ കേട്ടോ. അതേണ്ട ഇതെന്തിനെയോ ഒരു വീട്ടിൽ കൊണ്ടുപോകും, അടങ്കൽ എടുക്കുമോ എന്തോ. നമ്മളിപ്പോ എവിടെയാണ് ഇരിക്കണെന്ന് പറഞ്ഞല്ലോ. നമ്മളിപ്പോ ഉണ്ണിയാങ്ങ. അതായത് അതാണ് ഈ വീണ കണ്ണി മാങ്ങ
ഉണ്ണി മാങ്ങ. അയ്യോ നാടൊക്കെ കിടക്കണം എത്തിയോ കുളങ്ങ. നാടൊക്കെ കിടക്കണം പറയില്ല. എത്തിയോ ഇത് മ്യൂസിയം. മ്യൂസിയം മ്യൂസിയം മ്യൂസിയം. അമ്മേ ഞാൻ തളർന്ന്. നമ്മളിപ്പോ മ്യൂസിയത്താണ് ഉള്ളത്. കുറച്ച് ഷൂട്ട് ഉണ്ടായിരുന്നു, അത് ചെയ്ത് കഴിഞ്ഞ പിന്നെ അലമ്പാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഇട്ടത് സാരിയൊക്കെ കൊടുത്ത് ചാടിക്കറാൻ ഭയങ്കര പാടാണ്. എന്തായാലും കേറി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ള ഒരു സുഖം പണ്ടത്തെ നൊസ്റ്റാൾജിയാണ്. ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഷൂട്ടിന് വന്നതാ. അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ച് വന്നതെന്നൊന്ന് അർമാദിക്കുന്നത്. കാര്യം പിള്ളേരില്ല. പിന്നെ ഇതൊക്കെ സാരി കൊടുത്തതിന്റെ വണ്ടിയിൽ വലിയ അത്ര പാടാണ്. എങ്കിലും ഈ ഇരിക്കുമ്പോൾ ഒരു സുഖം അത് വേറെ ആണല്ലോ. പണ്ട് കോളേജൊക്കെ അടിച്ചു പൊളിച്ചിട്ടുള്ള ടീമുകൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിള്ളേരില്ല. പിള്ളേര് 2 സ്കൂളിൽ പോയി. ഈ ഷൂട്ടിന് കൊണ്ടുവരുമ്പോ പിള്ളേരെ കൊണ്ടുവന്നാൽ പറ്റൂല. ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ അവൾ എന്റെ സാരി പിടിക്കും, നടക്കൂലേ. അപ്പൊ അതുകൊണ്ട് പിള്ളേരെ കൊണ്ടുവരാതാണ് ഷൂട്ടിന് വന്നത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടാ, ഫ്രീ ആയിട്ടേ. മറ്റേത് എന്താ പറയാ, പിള്ളേരെ പുറകെ നടക്കാനൊക്കെ അല്ലേ സമയം ഉണ്ടാവുള്ളൂ. കൊള്ളാം, നല്ല രസമുണ്ട്. കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണം. എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. ഇത് കുറച്ചുനേരം ഇവിടെ നിർത്തിയിരുന്നല്ലോ. അപ്പൊ വേറെ ജോലിയൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ ജോലി ഇതൊക്കെ ആയിരുന്നു. 2 ആണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും കൈയും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ഇവിടെ ഫുൾ അതേ ഉള്ളൂ. അപ്പൊ അതിനെ കണ്ടുപിടിച്ചിട്ട് പറയുന്നതാണ്. പണ്ട് നിങ്ങളെ മോനും ആള് മോശമൊന്നും അല്ലായിരുന്നു കേട്ടാ. എന്നെ കൊണ്ടുകൂടെ വരുവായിരുന്ന. പിന്നെ എന്നെ കൊണ്ട് ഇവിടെ വരുവായിരുന്നു. എപ്പോഴും വരുവായിരുന്നു. ഓ അപ്പൊ ചെറുക്കൻ നല്ലതല്ലേ? ഓ ചെറുക്കൻ നല്ലത് തന്നെ. ചെറുക്കൻ 1.5 നല്ലത് തന്നെ. ചെറുക്കൻ ഈ ജാതവും കൊടുപ്പും കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് സ്ഥിരം ഇവിടെ വരുവേ. നിങ്ങൾക്ക് അറിയാമോ? ഓ അങ്ങനെ ചെയ്യാൻ കൊള്ളാമോ? ആ ചെറുക്കൻ അറിയില്ല. ഞാൻ അറിഞ്ഞാ പിന്നെ ഇപ്പൊ അങ്ങ് വിലക്കി കളയും. ഞാൻ പറഞ്ഞാ കേക്കോ? അതാണ് നിങ്ങൾ പറഞ്ഞാ കേക്കോ? എന്നെ ഇവിടെ നിക്കണ്ട, അങ്ങോട്ട് മാറിപ്പോ. ശരി, അങ്ങോട്ടാകുമ്പോ നല്ല വ്യൂ കിട്ടും. ഇവിടെ വ്യൂ കുറവാണെന്ന്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. പിടിച്ചോ അപ്പടോ. അങ്ങോട്ട് എങ്ങനെ പോവാം? പഠിക്കട്ട് കയറി വാ. പെണ്ണെ ഇവിടെ മുഴുവൻ ഇതിലല്ലേ ഉള്ളു. പടമൊന്നുമില്ലേ? പടയില്ല. നമുക്ക് വേണ്ട അവിടെ കയറാം. രണ്ട് പിള്ളേര് അവിടെ ഇരിക്കണ പിള്ളേരിൽ ചോദിക്കണം നിങ്ങൾ എന്ത് ചെയ്യുന്നു. ഇവിടെ 2 പേരും കൂടെ. ശോഭനെ ഒരാഴ്ച ഇവിടെ ഇറക്കി ഇവിടെ ഡീസന്റ് ആവും കേട്ടാ. അയ്യോ കാല് പൊള്ളണന്നേ? കാല് പൊള്ളണല്ല. പൊള്ളണില്ലേ? എന്തൊരു കാലമാ നിങ്ങൾ. ആ പിള്ളേര് എന്തരി അവര് ചെയ്തോണ്ടിരുന്ന ഇതുകൊണ്ട് അതും കണ്ടോണ്ട് പിള്ളേരാണോ എടുത്ത് അടി കിട്ടും മിണ്ടാരി. ഏത് പിള്ളേരമ്മ? ആ പിള്ളേര് അമ്മ അവര് പ്രേമിക്കട്ടമ്മ. ഇതെന്ന് തോന്നുന്നു പിള്ളേര്, കൊച്ചു പിള്ളേര് പ്രേമിക്കട്ട്. പ്രായം അതല്ലേ അമ്മ. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ എന്നാ പിള്ളേരെല്ലാം ആണും പെണ്ണും ഒക്കെ ഒരിടത്ത് ഒരുമിച്ചിരിക്കും. ഇതൊക്കെ വീട്ടിൽ അറിയാൻ പോകും. അമ്മ ഇപ്പോഴും മറ്റേ പണ്ടത്തെ കാലത്ത് നിക്കണതേ ഉള്ളൂ. വീട്ടുകാർ അറിയുമോ എന്നുള്ള ആ ഒരു പേടി. അവര് വീട്ടുകാർ ചിലപ്പോ ഇതൊക്കെ ഭാര്യയും ഭർത്താവുമായിരിക്കും അമ്മ. ചിലപ്പോ പ്രേമിക്കുന്ന പിള്ളേരായിരിക്കും. നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്തടത്ത് പോയി കോലിട്ട് കുത്തിയിട്ട് അടി വാങ്ങിച്ച് പിടിക്കണം. നമുക്ക് നമ്മളെ വീഡിയോ എടുത്തിട്ട് അങ്ങ് പോയാ പോരെ. ഒന്നാലും ഒരു ശരിയല്ല ഈ റോട്ടിലെ. പിന്നെ ന്യായമല്ലേ ശോഭന ചോദിക്കണത്? കേട്ടപ്പടി സുധീഷ്ണ, ഞാൻ റോട്ടിൽ പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്ന തെറ്റല്ലേ? നമ്മളെ പ്രായത്തിൽ ഇതൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെയൊന്നും ഞാൻ കാണാറില്ല. നമ്മളെ അച്ഛനെ കടിച്ചു കൊല്ലും നമ്മളെ.
അമ്മ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുന്നത്. അമ്മയ്ക്ക് ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. പിന്നെ ആരും പെട്ടെന്ന് ഇതിനെ പ്രേമിക്കാത്തതുകൊണ്ട് പ്രേമിച്ച എക്സ്പീരിയൻസ് ഒന്നും ഇതിനും ഇല്ല താനും. അപ്പോ അമ്മയ്ക്ക് നോക്കുമ്പോ ഭയങ്കര ക്യൂറോസിറ്റിയാണ് ഇങ്ങനെ ആണും പെണ്ണൊക്കെ അടുത്തിരിക്കുന്നത്. അത് എന്റെ പ്രായമുള്ള പിള്ളേരൊക്കെ അടുത്തിരിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതൊക്കെ പിള്ളേർക്ക് അമ്മയ്ക്ക് ഭയങ്കര അത്ഭുതം. പിള്ളേരാണെങ്കിൽ അമ്മയെ സൂക്ഷിച്ചു നോക്കണം. അമ്മ എല്ലാവരും പിള്ളേർ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണം. പിള്ളേരും അമ്മയെ തിരിച്ച് ഇങ്ങനെയൊക്കെ നോക്കണം. പറഞ്ഞിട്ട് കാര്യം. നമ്മളിപ്പോ മ്യൂസിയത്താവുള്ളൂ. അപ്പൊ മ്യൂസിയത്ത് ഓവർ വ്യൂ ഇത് തന്നെ ആയിരിക്കും. പിള്ളേരൊക്കെ ഉണ്ടാവും. അമ്മയ്ക്ക് ഒരു അത്ഭുതം. ഇവിടുന്ന് ഇങ്ങനെ നടന്നു വന്നപ്പോണ്ട് 2 പിള്ളേര്, ഒരു ആണും പെണ്ണും അവിടെ സൈഡിൽ ഇരിക്കുന്നു. ഈ അമ്മ പെട്ടെന്ന് അവിടെ നിന്നിട്ട് ചോദിക്കല്ലേ, പിള്ളേരെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, വീട്ടിൽ പോയിരുന്നൂടെ എന്നാ, വീട്ടിൽ പൊയ്ക്കൂടെ എന്നാ കണ്ട ചോദിച്ചു. ആ പിള്ളേർ അന്തം കെട്ടിരിക്കുന്നു. ഞാൻ പിടിച്ചു വലിച്ചോണ്ട് വന്ന് എന്റെ ഒരു ഗതികേട് നോക്കണേ. കൊണ്ട് നടന്ന് കാണിക്കണം പോലെ അടിയും കൂടെ വാങ്ങിച്ചു തരും. എന്നാലും അത് ശരിയല്ല. ശരിയല്ലേ? ഒന്നും കേട്ടൂടാ. റോഡിൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്നതല്ല. റോഡിൽ വന്ന് ഇങ്ങനെ ഇരിക്കണം നല്ലതാണെന്നാണ് ചോദിക്കണം. അമ്മ നമുക്ക് ഇപ്പോഴത്തെ കുട്ടികളെ തിരുത്താനൊന്നും പറ്റൂലമ്മ. നമ്മൾ ഇനി നമ്മളെ കുട്ടികളെ മര്യാദയ്ക്ക് വളർത്തുക എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയൊക്കെ അവരുടെ ഇഷ്ടമാണ്. അമ്മ ഇതൊക്കെയാണ് പുറത്തുള്ള കാഴ്ചകൾ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. മനസ്സിലായില്ലേ? അത് ഇപ്പൊ നിങ്ങൾ വെളിയിലൊന്നും ഇറങ്ങിയിട്ടില്ലാത്തതുകൊണ്ടാണ് കണ്ടിട്ടില്ലാത്ത. നമ്മൾ സ്ഥിരം കാണുന്നതുകൊണ്ട് നമുക്കൊന്നും അത്ഭുതമില്ല. മനസ്സിലായാ? കിളികൾ എന്തൊരു തുടങ്ങി വിളിക്കണേ. എവിടെ കിളിയുടെ എന്റെ പണ്ടേ ഉണ്ടായിരിക്കലേ കിളി ഇപ്പൊ മിണ്ടാതിരും. മ്യൂസിയത്തിൽ വന്ന് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കണം എന്ന് പറഞ്ഞ് അവര് കംപ്ലൈന്റ്. ഇപ്പൊ മിണ്ടായിരിക്കായിരുന്നു. എണീക്കാമ്മ ബാ. കാല് പൊള്ളണില്ലേന്നേ? എനിക്ക് അറിഞ്ഞൂടെ. വീണ്ടും വീണ്ടും ഞാൻ ചോദിക്കുന്നത് എന്റെ ഒരു ആകാംക്ഷ. ഒരിക്കലെങ്കിലും പൊള്ളണെങ്കിലെന്ന് പറയട്ടെന്ന് കരുതിയിട്ടാണ്. എവിടെ വെള്ളം മാറ്റാണ്. വെള്ളോ? വെള്ളം എവിടെ നിന്ന് കിട്ടും? നമുക്കത് ഇറങ്ങ്. പിടിച്ചോ പിടിച്ചോ അമ്മച്ചി. എന്തായാലും പിള്ളേരില്ലാതെ വന്നു. കുറച്ച് ആർമാദിച്ചിട്ട് പോവാം. പിള്ളേരെയും കൊണ്ടുവന്ന ഇത്രയും സന്തോഷം ആർമാതൊന്നും കിട്ടൂല. അയ്യോ അങ്ങനെയല്ല ഏട്ടാ, പിള്ളേരുള്ളതാണ് ഞങ്ങളുടെ ലോകം. നമുക്ക് സത്യമായിട്ട് അവരെ കൊണ്ടുവരാതെ ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ ഫോട്ടോഷൂട്ട് ആയതുകൊണ്ടാണ്. കാര്യം ഇത്രയും നല്ല വിസ്താരമായിട്ടുള്ള സ്ഥലത്തൊന്നും കുഞ്ഞിയും നന്ദനെയും കൊണ്ടുവന്നൊന്നും ചെയ്യാൻ പറ്റൂല. അതിലൊക്കെ ഉപരി ഈ ഷൂട്ട് അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഇത് ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് നമുക്ക് അത്യാവശ്യ ഷൂട്ടാണ്. ഹായ് അപ്പൂപ്പൻ താടി, അപ്പൂപ്പൻ താടി നോക്കുന്ന ശോഭനയുടെ പഴയ കാലത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണെന്നാണ് തോന്നുന്നത്. അത് വെച്ചേരെ എന്ത് രസം. ഇതൊക്കെ കാണാനൊക്കെ രസവും. ഇവിടെ ഒന്നും ആരും തൂത്തുവാരുമില്ല എന്നെ. ഇവിടെ ഒന്നും ആരും തൂത്തുവാരുമില്ലെന്ന് പറഞ്ഞു. അമ്മ ഈ മരത്തിന്റെ ഇടയിൽ എത്ര തൂത്തുവാരിട്ട് എന്ത് അവര് തൂത്തുവാരി തീയൊക്കെ ഇടുന്ന തന്നെ. ഇവിടെ ഒന്നും ആരും തൂത്തുവരൂലേ പെണ്ണേന്ന്. ഇവിടെ ഇരിക്കാൻ എന്ത് രസം തന്നെ. ഞാൻ കുറച്ചുനേരം വലിയ മരത്തിൽ പോയിരിക്കാമേ. വീഴൊന്നുമില്ല. അമ്മോ വീഴോന്ന്. വീണാ നാണക്കേടുവാണ്. വേണമെങ്കിൽ 4 ആൾ അറിയുകയും ചെയ്യും. വീണാൽ നാണം കെട്ട ഏർപ്പാടാണ്. എന്ത് രസം. ഇവിടെ ഇരിക്കുന്നേ ഉള്ളു. ഞാൻ അവിടെ വീഴും. നല്ല രസമുണ്ടെന്നേ. തറയായി ഇരിക്കണ നിങ്ങള്? ഞാൻ ഇരിക്കില്ല. ഞാൻ അവിടെ ഇരുന്നാ എന്നെ കൊണ്ട് പറ്റൂല. എന്നെ കൊണ്ട് തൂങ്ങാനൊന്നും പറ്റൂല അവിടെ. പിന്നെ എന്തിനു പറ്റും? ഇത് പറ്റണമെങ്കിൽ ഓടിഞ്ഞു വരും. പണ്ട് ഇവിടെ എന്നെ ആരും കൊണ്ടുവന്നിട്ടില്ല. നീ എന്നെ കൊണ്ടുവന്നു. ആള് പറ്റി നീ എന്നെ കൊണ്ടുവരണം. ആ ചെറുക്കനെ ഒരിടം കൊണ്ടുപോകുന്നു തന്നെ. അതുകൊണ്ടെന്ത്, ഞാൻ വൃത്തിയെ കേൾക്കുന്നുണ്ട്. പ്രഹസനം അമ്മയെ വെച്ച് കാശുണ്ടാക്കുന്നു. ഞാൻ ഒന്നും പറയണില്ലേ. ഞാൻ മിണ്ടൂല. ഞാൻ വീഡിയോയുടെ ഇടയിൽ നെഗറ്റീവ് പറയൂല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മിണ്ടണില്ല.
അവര് പാവോട്ട് അവരുടെ വയസ്സാം കാലത്ത് ആഗ്രഹിച്ചതൊക്കെ നടപ്പാക്കുന്നത് ഇപ്പോഴാണ്. ഇപ്പൊ ഒന്ന് ഒരു എണ്ണയിടുന്നതാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കുന്നതാണെങ്കിലോ അല്ലെങ്കിൽ ഒരു നല്ല വസ്ത്രം ധരിക്കുന്നതാണെങ്കിലോ ഒക്കെ എന്തിനധികം അവരുടെ ജീവിതത്തിൽ പുറം ലോകം കാണുന്നത് പോലും ദേ ഇപ്പോഴാണ്. അതിലൊക്കെ ഉപരി എൻ്റെ ഏറ്റവും വലിയ വാശി എന്ന് പറയുന്നത് പലരും ഇവരുടെ ഈ ജീവിതം കണ്ട് അസൂയപ്പെടണം. അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് കുറേ പേരുണ്ട്, ഒരുപാട് പേരുണ്ട് അത്ഭുതപ്പെടാനും അസൂയപ്പെടാനും വിഷമിക്കാനും ഒക്കെ. അപ്പൊ അങ്ങനെ അതൊക്കെയാണ് എൻ്റെ എയിം. അതിന് ഞാൻ കേൾക്കുന്നതിന് കണക്കും കഴിയില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഇമോഷൻസ് ഒന്നും അങ്ങനെ വരൂല കേട്ടോ അധികം. പറയുന്നവർ വിചാരിക്കുന്ന ഞാൻ ഇതിന് എന്തോ അങ്ങ് കൊയ്തെടുക്കുന്ന കുറെ വാരുന്നൊക്കെയാണ്. ആരെന്ത് വിചാരിച്ചാലും എന്റെ ലക്ഷ്യം അതൊന്നുമല്ല. എന്റെ ലക്ഷ്യം അതൊക്കെ മേലെയാണ്. അതിപ്പോ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. എനിക്ക് പൈസയൊന്നും അല്ല ആവശ്യം. എനിക്ക് പൈസയോ പ്രശസ്തിയോ അതൊന്നും അല്ല ആവശ്യം. കളിച്ചു പിടിച്ച് ചോറാണ് സെന്റിമെന്റൽ ആയിട്ട് പറഞ്ഞു വരുമ്പോ തല ചൊറിഞ്ഞ് കുളമാക്കും. എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പൈസയല്ല, പ്രശസ്തിയല്ല, അതൊന്നുമല്ല. അതുക്ക് മേലെ ഒരു സൈലന്റ് മധുര പ്രതികാരമെന്നോ അല്ലെങ്കിൽ ആരും ജീവിക്കാത്ത രീതിയിൽ ആരും അല്ല ഇതിനെക്കാട്ടി സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അങ്ങനെ അതല്ല, പൊന്നുപോലെ നോക്കുന്ന മക്കളും ഉണ്ട്, അതും വേറൊരു കാര്യം. അങ്ങനെയല്ല. പക്ഷെ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ശോഭനയെ അതുപോലെ കൊണ്ടുവരുമെന്നുള്ളത്. അത് പെട്ടെന്നാരും ഒരിക്കലും ഇങ്ങനെ നടക്കുമെന്ന് വിചാരിച്ച കാര്യമല്ല. എന്റെ ആഗ്രഹത്തിലുപരി കെട്ടിയോന്റെ ആഗ്രഹമാണ് ഈ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങേർക്കിത് ഇങ്ങനെ ഒറ്റാൻ തടിയായിട്ട് നിന്നാൽ പറ്റില്ലായിരുന്നല്ലോ. അപ്പൊ ഞാനും കൂടെ വന്നപ്പോഴേ പറ്റുള്ളൂ. അപ്പൊ എന്റെ ആഗ്രഹം എന്നുള്ളതിലുപരി കെട്ടിയോന്റെ ആഗ്രഹമാണ് ഈ നടപ്പിലാക്കുന്നത്. എന്തായാലും ഞങ്ങള് ഹാപ്പിയാണ്. നല്ല രസമുണ്ടല്ലേ? പിന്നെ കുളിക്കാതെ ചെയ്യണേ? ഇല്ല, ഞാൻ ഇനിയും കുലിക്കും. നല്ല രസമുണ്ട്. കുലുങ്ങ മരമേ. പിന്നെ ഇരുന്നിറങ്ങിയ ഭാര്യ കയറും. കീറട്ട എന്നാലും വേണ്ടൂല. കുലുങ്ങ മരം ഉണ്ടായിരുന്നേ. പെണ്ണിനെ കയ്യം, പെണ്ണിനെ കയ്യം, പെണ്ണിനെ ഇറങ്ങി കിടക്കണം. അയ്യോ അയ്യോ, ഇവിടെയൊക്കെ തൂത്തുവാരാത്തോണ്ട് ചവറ കിടക്കണം. ഒരു തുറപ്പ 5 രട്ടാ തൂത്ത് കൊടുക്കുവോ? കൊടുക്കാൻ വീട്ടില് ചെയ്യണില്ല. പിന്നെയാണ് ഞാൻ ഇപ്പൊ റോട്ടിൽ വന്നപ്പോ പറയും നമുക്ക് പോവാമ്മാ. കൊച്ചുങ്ങളില്ലാത്തതുകൊണ്ട് അധിക സമയം നിൽക്കാൻ ഒരു സുഖം പോരാ. പിന്നെ വന്നതിന് മേലൊന്ന് ആസ്വദിച്ചെന്നേ ഉള്ളൂ. പിള്ളേരില്ലാതെ ഞാൻ അന്തപ്പനോട് പറഞ്ഞേ, കുഞ്ഞോട് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരിക്കും. അന്തപ്പനോട് ഒരു മക്കളെ ഒരു ഷൂട്ടുണ്ട്, അമ്മ അച്ഛനും കൂടെ മ്യൂസിയത്തിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പോഴേ അമ്മ നമ്മളെ കൊണ്ടുപോകാം അതേന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറയണം നിന്നെയൊക്കെ കൊണ്ടൊരു ദിവസം പോവാം, ഇപ്പൊ ഒന്ന് അത്യാവശ്യം ഓണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ സാരി കണ്ടല്ലോ, എല്ലാരും ഓർഡർ ചെയ്തേക്കണേ കേട്ടോ. ഞാനും അമ്മയൊക്കെ ഖയാൽ ബൈ പവീന്റെ സാരിയാണ്. പ്രൊമോഷൻ ഇടുന്നുണ്ട്, ഷൂട്ട് ഉണ്ടാവും. വാങ്ങിച്ചേക്കണേ എല്ലാരും. വാങ്ങാൻ പറ്റുന്നവരൊക്കെ വാങ്ങിച്ചേക്കണേ. നല്ല സാരിയാണ് കേട്ടോ, നല്ല സാരിയാണ്, നല്ല ക്ലോത്തുമാണ്, കൊള്ളാം, നല്ല രസമുണ്ട്. പറ്റുന്നവരൊക്കെ വാങ്ങിച്ചേക്കണം. നല്ല വിലക്കുറവാണ് കേട്ടോ ചേച്ചിയുടെ തുണി വാങ്ങാൻ കൊള്ളാം. നല്ല ഞാൻ പിന്നെ അങ്ങനെ പ്രൊമോഷനായിട്ടൊന്നും നിങ്ങൾക്കറിയാലോ ചവറ് പോലെ ഒന്നും ചെയ്യാറില്ല, കുറച്ചേ ചെയ്യാറുള്ളൂ. പ്രൊമോഷൻ വരാഞ്ഞിട്ടോ അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, സമയം കിട്ടണില്ല. കാര്യം ഇത് തന്നെ കണ്ടില്ലേ, പെട്ടെന്ന് ചെയ്യുകയും വേണം, സമയോട്ട് ഇല്ലതാനും. ചേട്ടനെ പിടിച്ച് നിർത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റൂല, പാടാണ്. അപ്പൊ അതുകൊണ്ട് വിരലിൽ എണ്ണാവുന്നുള്ളത് എടുക്കുള്ളൂ. എടുക്കുന്നത് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാട്ടോ. നമുക്ക് പോവാമ്മ, പോവാം. നമുക്ക് കൈ പിടിച്ച് കവിതാക്കൾ എന്തിനങ്ങനെ പറയൂല, അവര് നടക്കും പോലെ നടക്കാം. ഇതെവിടെ പോണത്? ഇങ്ങോട്ട്. പിള്ളേരും കൂടെ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. പിള്ളേരൂടെ കിടന്ന് കളിക്കാനായിരുന്നു. നമുക്ക് അവരെയും കൊണ്ട് ഒരു ദിവസം വരാന്നേ. ഇതുപോലെ ഒരു ദിവസേ തിരക്കൊഴിഞ്ഞൊരു ദിവസം വരാം. ഇനിയിപ്പൊ നന്ദനെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ അടയ്ക്കുമല്ലോ, അപ്പൊ നന്ദനെയും കൊണ്ട് വരാം. നന്ദനെയും കുഞ്ഞിനെയും കൊണ്ട് കേട്ടാ. അന്നേരം എന്താണ് മാറ്റാ? കൊണ്ടുവരാല്ല, പിള്ളേരെ കൊണ്ടുവരാം. നമുക്ക് ഇതുവഴി പോവാം. ഇതുവഴി ആകുമ്പോഴേ കാല് പൊള്ളൂല. ഇവർക്ക് പൊള്ളണമൊന്നും ഇല്ലെന്നാണ് തോന്നണ. എനിക്കാണ് ഇപ്പൊ പൊള്ളണത്. അത് ആംബുലൻസ് പോയ സൗണ്ട്, അലാറം. ഇപ്പൊ ആംബുലൻസ് പോകുന്നത് കണ്ടു. നിങ്ങള് വീട്ടിലായതുകൊണ്ട് ആംബുലൻസും കാറും ലോറിയൊന്നും അറിഞ്ഞൂടല്ല. കാർ അറിയാല്ല, എങ്ങനെ ഇറങ്ങുമോ? നമുക്ക് പോണ വഴിക്ക് എവിടെയെങ്കിലും നിർത്തി വെള്ളം വാങ്ങിച്ചു കുടിക്കാമേ. കേറപ്പ. കാല് വൈ. വീട്ടിലോട്ടാ പോണ? വീട്ടിലോട്ട്. എന്റെ വീട്ടിൽ പോണ്ടേ?
പെമ്പിള്ളേരെ വീട്ടിൽ നിന്ന് ചോദിക്കാൻ ആളില്ലേ? അതാ പിള്ളേരോട് നിങ്ങൾ ചോദിക്കാത്തത് അവര് ചോദിക്കുകയും ചെയ്യും. ഒരു കൊച്ചിനോട് ചോദിക്കുകയും ചെയ്തേന്ന്. ആ പെമ്പിള്ളേരുടെ ചോദിക്കണം. നിനക്ക് എന്തിനാ? നിനക്ക് വീട്ടിൽ നിനക്ക് വേറെ വേലയില്ലേ? ജോലിയെന്ന് ഇതാണ് ജോലിയെന്ന് ചോദിക്കണം. അതിന്ന് വിട്ടില്ല ഏട്ടാ. അമ്മ അതിൽ ഇരിക്കണതേ ഉള്ളു. പിള്ളേര് അവിടെ പിള്ളേര് അവിടെ ഇരിക്കണുണ്ടെങ്കിൽ ഇറങ്ങി ഇതാണ് വേല. ശരി തന്നെ. റോട്ടിൽ ഇറങ്ങി ഇതാണ് വേല എന്നാണ് ചോദിച്ചത്. റോട്ടിൽ ഇറങ്ങി ഇതാണ് വേല. പിള്ളേർക്ക് നാണമല്ലേ? അടി വാങ്ങിച്ച് തരുമമ്മ. അയ്യോ അമ്മ, നിങ്ങളുടെ കാലഘട്ടം അല്ല ഇപ്പോഴത്തെ കാലഘട്ടം. കാലങ്ങളൊക്കെ മാറി. നിങ്ങൾ ഇപ്പോഴും പഴയ 5 രൂപ 10 രൂപ ഇരിക്കണമെന്നും പറഞ്ഞ് ഇപ്പൊ കാലമൊക്കെ മാറി. കൊള്ളല്ലേ എന്നാലും അവിടെ വെള്ളം കുടിക്കാൻ. ഓ നമുക്ക് വെള്ളം കുടിക്കാമ? വെള്ളം കുടിക്കാമേ. വെള്ളം കുടിച്ചോണ്ട് പോവാം. കറിയിരുന്ന് വാങ്ങിച്ചു കുടിച്ചാൽ മതി. കാറിയിരുന്ന് വാങ്ങിച്ചു കുടിച്ചാ മതിയാ? അതുവരെയൊക്കെ ആയാ കാര്യങ്ങള്? അങ്ങ് ഇറങ്ങി പോണേന്തി. അതുവരെയൊക്കെ ആയാ കാര്യങ്ങള്? ഓർഡർ വിടാറൊക്കെ ആയാ? ഫോട്ടോ വിടാടാ. ആ പിള്ളേര് കൊള്ളല്, ആ പെണ്ണും ആ ചെറുക്കനും പോവാൻ നേരത്ത് തമാസാരിച്ചു. അപ്പൊ വയലാണ് മയങ്ങണത്. പെണ്ണും അതേ കണക്കനെ കെട്ടിപ്പിടിച്ചു. എന്താ കെട്ടിപ്പിടുത്തോ? റോട്ടിലാണ് കളിയിടം. കളിക്കണ റോട്ടിലാണ്. റോട്ടിൽ കിടന്ന് കളിച്ച ആടിയില്ലേ? അടിയേക്കാതൊരു നല്ലത്. ചായക്കട ഇരിക്കുന്നു. ചായക്കട ഇരിക്കണം. ചായക്കട എവിടെ നിർത്ത്? ഇത് നിങ്ങക്ക് ഇതമ്മ ഇങ്ങനെ വെച്ചിട്ട് തിന്നണേ. ആ പേപ്പർ കൈ തുടയ്ക്കാനുള്ളതാണേ. എന്തൊരു പെണ്ണേ അമ്മ, ഇത് സമൂസ. പെണ്ണുങ്ങളെ പൊട്ടിക്കണ പഴക്കം പോലെ ഇരിക്കണേ. പിള്ളേര് പൊട്ടിക്കണ പടക്കം പോലെ ഇരിക്കണ. അമ്മ ഇതാണ് സമൂസ. നിങ്ങൾ കഴിച്ചിട്ടില്ലേ അമ്മ? കഴിച്ചിട്ടില്ലേ? വാഴക്കപ്പ മാത്രമേ തിന്നോളാ? അപ്പൊ ഇത് കഴിച്ചിട്ടുണ്ടാവില്ല. ഞാൻ എന്ന് വൈകുന്നേരം വാഴക്കപ്പേ കൊടുക്കുള്ളൂ. ഒന്നുകിൽ വാഴക്കപ്പ, അല്ലെങ്കിൽ ഉഴുന്നോട്, അല്ലെങ്കിൽ മോദകം. ഇതിൽ ഏതെങ്കിലും ഒന്നേ അമ്മയ്ക്ക് കൊടുക്കാറുള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ ഇത് അധികം വാങ്ങാറില്ല. ഞാൻ പറയില്ല, നന്ദപ്പൻ ഇങ്ങനത്തെ ഫാസ്റ്റ് ഫുഡ് ഇച്ചിരി പാടാണ് വീട്ടില്. അപ്പൊ അതുകൊണ്ട് വാങ്ങാറില്ല. വാഴക്കപ്പം അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കും. അതിന്റെ കൂടെ ചിലപ്പോൾ ഉഴുന്നോടെയും കൂടെ പിള്ളേർക്ക് കൊടുക്കും. അല്ലാതെ വേറൊന്നും അങ്ങനെ വാങ്ങാറില്ല. ഓ താങ്ക്സ്. അത് ഓറഞ്ച് ജ്യൂസ് അമ്മ. അതങ്ങനെ തന്നെ ഭയങ്കര ഇനിപ്പ് കാണും. തീർന്നാ? അതങ്ങനെ തന്നെ. നല്ല രുചിയുണ്ടായിരുന്നു. എന്തൊരു കേക്കല്ല അത് സമൂസ. വെള്ളം. വെള്ളോ? അത് ഓറഞ്ച് ജ്യൂസ്. ഞാൻ നിങ്ങൾക്ക് അടിച്ചു തരുമല്ലോ. അത് ഭയങ്കര വെള്ളം. അത് ഇവര് കടയിൽ നിന്ന് ഇടുമ്പോ ഭയങ്കര മധുരം ചേർക്കും. ഞാൻ കുറച്ച് മധുരത്തിൽ നിങ്ങൾക്ക് വെച്ച് തരുമല്ലോ. കുറച്ച് മധുരം മതിയായിരുന്നു. ഓ അത് തന്നെ. സമൂസ കൊള്ളാമോ? അത് അമ്മ കഴിച്ചിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് അമ്മ സമൂസ കഴിക്കണത്. കഴിച്ചിട്ടുണ്ട്, ആദ്യമായിട്ടൊന്നും അല്ല. ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അമ്മയ്ക്ക് ഓർമ്മയില്ലാത്തതാണ്. ആദ്യമായിട്ടൊന്നും അല്ല, വാങ്ങിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓർമ്മയില്ല. ചായ ഇല്ലേ? ഈ ഉച്ചക്ക് ഇനിയിപ്പോ ഇവിടെ നിന്ന് ചായ കുടിക്കണോ? വീട്ടിൽ പോയി ചായ കുടിച്ചാ പോരെ? ഒരു കടയിലും ഇല്ലമ്മ. ഇനി 4 മണിയൊക്കെ ആകുമ്പോഴല്ലേ കടയിൽ ചായ വരുള്ളൂ. ഓ വീട്ടിൽ പോയി ചായ കുടിക്കാം കേട്ടാ. അപ്പൊ എല്ലാരോടും പറ, സാരി വാങ്ങിക്കണോന്ന് പറ. നല്ല സാരി തന്നെ വാങ്ങിച്ചു കൊടുക്കണം. എല്ലാരും കൊടുക്കാൻ പറ. എല്ലാരും കൊടുക്കണം. അതെ, എല്ലാരും വാങ്ങിച്ചു കൊടുക്കണം. പൊങ്കാല സാരിയാണേ. പൊങ്കാല പ്രമാണിച്ചിറക്കിയതാണ്. നല്ല സാരി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ എല്ലാരും വാങ്ങിച്ചേക്കാം. പറ്റുന്നവരൊക്കെ വാങ്ങിച്ചേക്കണേ. ടാറ്റാ.